ഹലോ, എല്ലാവർക്കും മൈ ഫാം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നത്തെ ഞങ്ങളെ പ്രോഗ്രാംസൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളിന്ന് രാവിലെ തന്നെ മൂന്നാക്കൽ പള്ളിയിൽ പോയിരുന്നു അരി മേടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളധികവും ഞാനും ഏട്ടനും മോളും കൂടെ പോവാറുണ്ട്. കാരണം ഉപ്പിലിട്ടതും മൈസൊക്കെ മേടിക്കാനാണ് ഞങ്ങൾ ഒന്നാമത് തന്നെ പോകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്, ആലുക്കൽ ഭഗവതി ക്ഷേത്രം. അവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ തൊഴാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഇന്നവിടെ ഒരു പ്രത്യേക ദിവസമാണ്, അവരുടെ വാർഷിക ഒരു ദിവസമായിരുന്നു അവിടെ. അതിനായിട്ട് പൂജയും കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനോടൊപ്പം തന്നെ അവിടെ ഫുഡ് ഉണ്ടായിരുന്നു, അന്നദാനം അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും കുറേ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞു. ഞങ്ങളെ ഫാമിലിയിൽ കുറേ പേരുണ്ടായിരുന്നു, അവരൊക്കെ കണ്ട് സംസാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ കുറേ ഫോട്ടോഷൂട്ടും നല്ല രസമായിരുന്നു കേട്ടോ. കുറേ തമാശകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് സമയം ചിലവഴിക്കേണ്ട. കാരണം ഓരോ ട്രിപ്പ് അനുസരിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ആദ്യം തന്നെ അമ്മ വന്നിരുന്നു, അമ്മ അതവിടെ നിൽക്കുന്നുണ്ട്. ആദ്യം തന്നെ അമ്മ രാവിലെ വന്ന് തൊഴാൻ വന്നിരുന്നു അമ്മ. അപ്പോൾ ഓരോ ട്രിപ്പ് അനുസരിച്ചിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റിൽ ഇരുന്നത് എന്ന് തന്നെ തോന്നുന്നു. കാരണം അത്രയും നേരം ഞങ്ങളവിടെ ഇരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിട്ടോ ഫുഡ് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളത് ഇലയിലൊക്കെ സദ്യയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇലയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇലയിൽ ഇതൊക്കെ വിളമ്പി, സദ്യകളൊക്കെ വിളമ്പി, പായസം എല്ലാ തരം കറികളും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ എൻ്റെ നാത്തൂനുണ്ട്, ചെറിയ നാത്തൂൻ്റെ മോൻ്റെ കെട്ടുനിറയായിരുന്നു. അപ്പോൾ അവരുടെ വീട് തവനൂരാണ്. തവനൂർ പാപ്പിനിക്കാവ് ക്ഷേത്രത്തിലാണ് അവരുടെ കെട്ടുനിറ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഓരോ ക്രിയകളും ഓരോ പൂജകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയും കുറേ നേരം വെയിറ്റ് ചെയ്തു. അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെയും ഞങ്ങൾ ചെന്നിട്ട് അതുതന്നെയായിരുന്നു കേട്ടോ പരിപാടി ഉണ്ടായിരുന്നത്. അതും കുറേ പേരുണ്ട്. ഒരു വലിയ ബസ്സിലാണ് അവർ പോകുന്നത്. അപ്പം ഓരോ സ്വാമിമാരുടെ ഓരോ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ, ഓരോരുത്തരുടെ ക്രിയകളൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ കുറേ പേരുള്ളത് കാരണം തന്നെ ഞങ്ങളുടെ പാർട്ടിൻ്റെ ആവാനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഞങ്ങൾ വീഡിയോസും ഡാൻസൊക്കെ ചെയ്യാനൊക്കെ നോക്കിയിട്ടോ. ഒരു ഡാൻസൊക്കെ പകുതി വരെ കളിച്ചു. പക്ഷേ ഇതുവരെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ കെട്ടൊക്കെ നിറച്ച് അവർ പോവാനായിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇനി കെട്ടൊക്കെ നിറച്ചിട്ട് അവർ ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെക്കും. എന്നിട്ട് പിന്നെ എല്ലാവരും കെട്ടൊക്കെ നിറച്ചാലാണ് എല്ലാ സ്വാമിമാരും കൂടെ പോവാൻ നിൽക്കുക. അവരുടെ ബസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബസ്സൊക്കെ നല്ല ടോപ്പ് ബസ്സാണ്. അവർ 2 പേരാണ് കേട്ടോ അപ്പോൾ പോയത്. ആദിത്യനാണ്, ആദ്യം പിന്നെ അവൻ്റെ അച്ഛനുമാണ് കേട്ടോ. അവർ രണ്ടാളും കൂടെയാണ് പോണത്. അളിയനാണ്, അവനത് ആദി അപ്പുറത്ത് ബേക്കിലുണ്ട്. എന്നിട്ട് അവരുടെ ഡാൻസിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ കാണിച്ചതാണ്. പിന്നെ ഞങ്ങൾ കുറേ എല്ലാവരുടെയും കഴിയണമല്ലോ, അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഇരുട്ടായിരുന്നു. അപ്പോൾ